അരിമില്ലുകാരനിൽ നിന്ന് തമിഴ് മക്കളുടെ ക്യാപ്റ്റനായി വളർന്ന നായകൻ, സിനിമയിലെന്ന പോലെ രാഷ്ട്രീയത്തിലും അദ്ഭുതങ്ങൾ കാണിച്ച നായകൻ ആയിരുന്നു വിജയകാന്ത്. തമിഴ്നാട്ടിലെ മധുര ജില്ലയിൽ അളകർ സ്വാമിയുടെയും ആണ്ടാളിന്റെയും മകനായി 1952 ഓഗസ്റ്റ് 25 ജനനം. അളകർ സ്വാമി വിജയ് രാജ് എന്നായിരുന്നു വിജയകാന്തിനു വീട്ടുകാർ ഇട്ട പേര്. 1979 റിലീസായ എനിക്കും ഇളമൈ എന്ന സിനിമയിൽ വില്ലൻ വേഷത്തിലൂടെ തമിഴ് സിനിമയിലെത്തി. 1981 റിലീസായ സട്ടം ഒരു ഇരുട്ടറൈ എന്ന സിനിമയിൽ നായകനായി അഭിനയിച്ചത് കരിയറിൽ വഴിത്തിരിവായി. തുടർന്ന് സിവപ്പ് മല്ലി, ജാതിക്കൊരു നീതി എന്നീ സിനിമകളിലൂടെ തമിഴ് സിനിമയിലെ പ്രധാന നടനായി മാറി. 1984 മാത്രം വിജയകാന്തിന്റെ 18 സിനിമകളാണ് തമിഴിൽ റിലീസായത്. 80-90 കാലഘട്ടത്തിൽ നിരവധി സൂപ്പർഹിറ്റ് സിനിമകളിലൂടെ തമിഴ് ചലച്ചിത്രരംഗത്ത് നിറസാന്നിധ്യമായിരുന്ന വിജയകാന്തിനെ ആരാധകർ ക്യാപ്റ്റനെന്നാണ് വിളിച്ചിരുന്നത്. ഉമൈ വിഴികൾ, കൂലിക്കാരൻ, നിனைவை ഒരു സംഗീതം, പൂന്തോട്ട കാവൽക്കാരൻ, പുലൻ വിചാരണൈ, സിന്ദുരപ്പൂവൈ, സത്രിയൻ, ക്യാപ്റ്റൻ പ്രഭാകർ, ചിന്ന ഗൗണ്ടർ, വാനത്തെപ്പോലെ, സേതുപതി IPS തുടങ്ങിയവയാണ് വിജയകാന്തിന്റെ പ്രധാന സിനിമകൾ. ക്യാപ്റ്റൻ പ്രഭാകരൻ എന്ന തന്റെ 100ാമത്തെ ചിത്രത്തിലെ അഭിനയത്തിനു ശേഷം ക്യാപ്റ്റൻ എന്ന പേരിലും വിജയകാന്ത് അറിയപ്പെട്ടു. DMDK ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം എന്ന പേരിൽ രൂപീകരിക്കപ്പെട്ട പാർട്ടി തുടർച്ചയായ തിരഞ്ഞെടുപ്പ് തോൽവിയോടെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഒന്നുമാവാൻ കഴിയാതെ അപ്രസക്തമാവുകയായിരുന്നു. 2011 മുതൽ 2016 വരെ തമിഴ്നാട് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു വിജയകാന്ത്. 2011 വരെ അധികാരത്തിലിരുന്ന ഡംക്കെതിരെ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചതിനെ തുടർന്നാണ് ട്രംപ് മികച്ച പ്രകടനം നടത്തിയതെന്നും വിലയിരുത്തുന്നു. 2016 നിയമസഭ തെരഞ്ഞെടുപ്പിൽ ഉലുന്തർപേട്ട് മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച വിജയകാന്ത് പരാജയപ്പെട്ടപ്പോൾ DMDK പാർട്ടിക്ക് ഒരു സീറ്റ് നേടാൻ പോലും കഴിഞ്ഞില്ല. 2016 നിയമസഭ തെരഞ്ഞെടുപ്പ് പരാജയത്തോടെ വീണ്ടും മുന്നണി സംവിധാനത്തിന്റെ ഭാഗമായി നിയമസഭ തെരഞ്ഞെടുപ്പിനെ നേരിട്ടെങ്കിലും പിന്നീട് ഒരിക്കൽ പോലും DMDKയ്ക്ക് ഒരു സീറ്റിലെങ്കിലും ജയിക്കാൻ കഴിഞ്ഞില്ല. പൊതുജനമധ്യത്തിലെ പെരുമാറ്റത്തിന്റെ പേരിൽ വിജയകാന്ത് പലപ്പോഴായി വിമർശിക്കപ്പെട്ടു. സ്വന്തം പാർട്ടി അണികളുമായും മാധ്യമപ്രവർത്തകരുമായും നിരന്തരം കലഹത്തിൽ ഏർപ്പെട്ടു. നിയമസഭാംഗമായിരിക്കെ സഭയിൽ എത്താതിരുന്ന വിജയകാന്തിന്റെ പാർട്ടിയിൽ ഭാര്യയും ഭാര്യാ സഹോദരനും പിടിമുറുക്കിയതോടുകൂടെ പാർട്ടിയിൽ വിഭാഗീയത ആരംഭിച്ചതിനെ തുടർന്ന് അണികൾ കൂട്ടത്തോടെ പാർട്ടി വിട്ടത് വിജയകാന്തിന് വൻ തിരിച്ചടിയായി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലുള്ള വീഡിയോകൾക്കായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.